പ്രിയമുള്ളവരെ, നമ്മൾ എൻ്റെ പുറകിലായിട്ട് നിങ്ങൾ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്തായാലും പ്രകൃതിക്ക് കോട്ടം വരാതെ പ്രകൃതിയുടെ ഭംഗി നിലനിർത്തിക്കൊണ്ട് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി ചെലൂർ ഭാഗം അല്ലേ, ചെലൂർ ഭാഗത്തായിട്ട് കുഞ്ഞുവാവൊക്കെയാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. കുഞ്ഞുവാവനെ പറ്റി ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുവാവ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രകൃതി സ്നേഹി, അതുപോലെ തന്നെ മരങ്ങളെയും അതുപോലെ പ്രകൃതിയുടെ സൗന്ദര്യത്തെയൊക്കെ മനസ്സിന് വല്ലാതെ ആസ്വദിക്കുന്നതും അത് കൂടുതൽ കാണാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയും കൂടിയാണ്. അപ്പോൾ എന്തായാലും കുഞ്ഞുമാക്കനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ധാരാളം വീഡിയോ മാന്യ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു പുതിയ ഒരാളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ പുറകിലായിട്ട് വരാനുള്ള കാഴ്ചകൾ മനസ്സിന് ഇത്തിരി സന്തോഷം നൽകുന്ന കാഴ്ചകളായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഒരു സംഭവത്തെ ചിട്ടപ്പെടുത്തി കൊണ്ടുവന്ന ഒരാളല്ലേ മുസ്തഫ ഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പുള്ളി കൂടുതലായിട്ട് സംസാരിക്കാനും താല്പര്യമില്ല. പുള്ളിക്ക് ഇതൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളിലൂടെ നിങ്ങൾക്കത് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ തൊട്ടുവളപ്പിലായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പറമ്പിലൂടെ ഒഴുകുന്നത് പബ്ലിക് തോട്. അപ്പൊ ഇതൊക്കെ ഈ തോട് ഞാൻ വൃത്തിയാക്കി കൊണ്ടുപോകുന്നു. തോട് വൃത്തിയാക്കി കൊണ്ടുപോകുക. അതായത് നമ്മൾ തോട് വെള്ളം ക്ലീനായി പോവുക. അപ്പൊ നമുക്ക് കാണുമ്പോൾ എപ്പോഴും ഒരു മനസ്സിന് സന്തോഷം. ഞാൻ ഇതൊരാളും കൂടിയാണ്. തോട് മാത്രല്ല, നമ്മള് റോഡായാലും തോടായാലും നമ്മൾ ഈ ഏരിയകള് നമ്മൾ എപ്പോഴും വൃത്തിയാക്കി കൊണ്ടുവരുക. നല്ല തൈകള്, നല്ല കുട്ടികള്, ലോകത്ത് എത്ര ഐറ്റംസ് ഫ്രൂട്ടുകളുണ്ട്. ചില ആളുകൾക്കൊന്നും അറിയില്ല. പല ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഓരോന്ന് വെച്ചാൽ മതി, എന്നാൽ തന്നെ സ്ഥലം ഉണ്ടാവില്ല. അദ്ദേഹം നട്ട് വളർത്തിയ വിവിധ ഇനം ഫ്രൂട്ട്സ് ഐറ്റംസ് പല പല ഔഷധ ചെടികൾ ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വീഡിയോ കാണാനുണ്ട്. ഇതിപ്പോ ദിവസം വരുമ്പോഴേ ഇപ്പൊ നമ്മൾ 4 ദിവസം മുമ്പ് വന്ന ആ കാഴ്ചയിൽ നമ്മൾ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിനൊക്കെ പറഞ്ഞാൽ പ്രത്യേകത, ഒരുപാട് ഔഷധ സസ്യങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് ഫലവൃക്ഷ തൈകള്, കായ്ക്കുന്നതും കായ്ക്കാത്തതും മൂപ്പരിങ്ങനെ നോക്കി നടക്കുമ്പോഴേ എവിടൊക്കെയാണ് ഇതൊക്കെ പുതുമ കാണുന്നതൊക്കെ മൂപ്പര് ആകർഷിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു വനം ഭയങ്കര ശരീരം പറയുന്നുണ്ട്. അല്ല, നമുക്ക് സന്തോഷം കൂടുകയാണ്. അതിനനുസരിച്ച് ഭംഗി കൂടും. കൂടുമ്പോ നമുക്ക് സന്തോഷം. 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ മനസ്സിലാക്കി. ഒന്ന്, നിങ്ങൾ നല്ല അധ്വാനിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കായികമായിട്ട് നിങ്ങൾ ഫിറ്റാണ്. രണ്ടാമത്തെ, മാനസികമായിട്ട് സന്തോഷമുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പൊ ഈ 2 കാര്യം ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ഏകദേശം പിന്നെ അതൊരു നല്ല ലൈഫാണ്. അതെ, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആയി വരും. പണി കുറച്ച് കഷ്ടപ്പാട് വന്നാലും പിന്നെ അത് നമ്മൾ പ്രിയമുള്ളവരെ, വോയിസ് ഓവർ വളരെ കുറവാണ്. കാര്യം കാണാനുള്ള കാഴ്ചകളാണ്, നാച്ചുറലായിരിക്കുന്ന കാഴ്ചകളും അതിൻ്റെ നാച്ചുറലായിരിക്കുന്ന ശബ്ദങ്ങളൊക്കെയാണ് ഇത്തരം കാര്യങ്ങളുടെ റിയാലിറ്റി ഫീൽ ചെയ്യാൻ നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നൊരു തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണമൊന്നും കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള പ്രേക്ഷകർ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. നമുക്കറിയാവുന്ന രീതിയിലെല്ലാം അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് കടന്നു വരും. എന്തായാലും ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അതിരിലൂടെ കടന്നു പോകുന്ന ഒരു തോടിനെ, അലങ്കോലമായി സഞ്ചരിച്ചിരുന്ന ആ തോടിനെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്ത് വൃത്തിയിൽ പരിപാലിച്ചു പോരുന്ന കാഴ്ചകൾ തീർച്ചയായും നമ്മളെല്ലാം കാണേണ്ടതും അറിയേണ്ടതും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആ സുമനസ്സിനെ അഭിനന്ദിക്കപ്പെടേണ്ടതുമാണ്. കാര്യം നല്ലൊരു ശതമാനം ആളുകളും പലപ്പോഴും തൊട്ടടുത്തിലൂടെയൊക്കെ തോട് പോകുന്നെങ്കിൽ അതിലൂടെ വേസ്റ്റ് വെള്ളം ഒഴിവാക്കി കളയാനും മറ്റു മാലിന്യങ്ങൾ ഒഴിവാക്കി കളയാനൊക്കെ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നല്ലൊരു സമയവും ഇതിനു വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ സൗന്ദര്യം നിലനിർത്തുക, തനിക്ക് ഇടപെടാൻ പറ്റുന്ന തൻ്റെ അതിരിലൂടെ കടന്നു പോകുന്ന തോടിനെ വളരെയേറെ ഭംഗിയോടുകൂടെ നിലനിർത്തി അതിൽ ധാരാളം ഔഷധ ചെടികളും അതുപോലെ ഫലവൃക്ഷ തൈകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാനുണ്ട്. അതുകൊണ്ട് ഇത്തരം വാർത്തകളൊക്കെ കൂടുതൽ കാണാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇത്തരം കാഴ്ചകൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടണം, നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകാൻ മറന്നു പോകരുത്. കാരണം നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ ആളുകളുടെ മുമ്പിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ യൂട്യൂബിന് പ്രേരണയായി മാറും എന്നും കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം.
പ്രിയമുള്ളവരെ, വീഡിയോയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സൈറ്റ് സന്ദർശിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള എളുപ്പമാർഗ്ഗം പുത്തനത്താണി ടൗണിൽ നിന്നും ചെല്ലൂർ റോഡിലൂടെ കടന്നു വരാൻ സാധിക്കും. അതുപോലെ തന്നെ വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ചുങ്കത്ത് നിന്ന് കുട്ടികളത്താണി പോകുന്ന ഒരു ബൈപ്പാസ് ഉണ്ട്. അതിലൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ടർഫ് കാണാൻ സാധിക്കും. ടർഫിൻ്റെ നേരെ എതിർ സൈഡിലേക്ക് പോകുന്ന റോഡിലൂടെ ഒരൽപ്പം മുന്നോട്ട് പോയാൽ നമുക്ക് ഈ സൈറ്റ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. കുട്ടികളുമായിട്ടൊക്കെ എത്തിച്ചേരാൻ ബെസ്റ്റ് ഒരു പ്ലേസ് തന്നെയാണ്. യാതൊരുവിധ സാമ്പത്തിക ചെലവും നമുക്ക് ഇവിടെ ഇല്ല. എന്തായാലും പ്രിയമുള്ളവരെ, വീഡിയോ ചുരുക്കുകയാണ്. കുടുംബസമേതം ഇവിടമൊക്കെ സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. അത് മാനസികമായും ശാരീരികമായൊക്കെ നമുക്കൊരുപാട് ഗുണം ചെയ്യും. പ്രിയമുള്ളവരെ, അടുത്ത ഭാഗത്തിലൂടെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പറമ്പിൽ അദ്ദേഹം ഒരുക്കിയിട്ടുള്ള അതിമനോഹരമായ കാഴ്ചകളുണ്ട്. ധാരാളം ഫലവൃക്ഷ തൈകളും അതുപോലെ തന്നെ ഔഷധ ചെടികളൊക്കെ കൂടെ ആയിട്ട് ഒരു വൻ സംഭവം തന്നെയാണ്. അങ്ങനെ ഒരു കാഴ്ചയാണ് അടുത്ത വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.